താൻ വയറു നിറയെ ആഹാരം കഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. എന്താടോ താൻ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ കഴിച്ചോളാം, താൻ കഴിക്കേ. ആ എന്നാലും ആ ഡയറി എവിടെ പോയി? എന്തായിരിക്കും ഡയറിക്ക് പറ്റിയത്? എന്നെ കൊന്നതുപോലെ അവര് രവിയെയും കൊല്ലും, ശ്രീലക്ഷ്മിയും കൊല്ലും. നന്ദിനി നിലയത്തിലേക്ക് പോയാൽ മാത്രമേ ശത്രുക്കൾ ആരാണെന്ന് അറിയാൻ പറ്റൂ. ഭയപ്പെടേണ്ട ശ്രീലക്ഷ്മി, നിന്നെ കൊണ്ട് ഇതൊക്കെ തടുത്തു നിർത്താനാകും. കാരണം നീ ഇപ്പോൾ ശ്രീലക്ഷ്മി മാത്രമല്ല, രാജനന്ദിനിയും കൂടെയാണ്. ഡ്രൈവ് ചെയ്ത് പോകുന്നേ അത് എന്നോടല്ല, അവൾ സർക്കിട്ട് കഴിഞ്ഞ് വരുമ്പോ അവളോട് തന്നെ ചോദിക്കണം. എന്തായാലും ഞാൻ അപ്പൊ തന്നെ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ട്. കാർ എടുത്തോണ്ട് പുറകെ പോയിട്ടുണ്ട് ബ്രദറിനോ. തന്നോടാ വണ്ടിയുടെ ചാവി എടുത്ത് കൊടുക്കാൻ പറഞ്ഞേ? അതും ചേട്ടായി പൊന്നുപോലെ സൂക്ഷിക്കുന്ന വണ്ടിയാ. ചേട്ടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ താനായിരിക്കും ഉത്തരവാദി. എന്റെ പൊന്നു സാറേ, എന്നോട് ചാവി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാ ഈ വണ്ടി എടുത്ത് ആരും പുറത്തു പോകാറില്ലെന്ന്. അപ്പൊ എന്നെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം, ആ നോട്ടത്തിൽ ഞാൻ അറിയാതെ ചാവി എടുത്ത് കൊടുത്തു പോയതാ. അറിയാതെ കൊടുത്തു തൊന്നെയൊക്കെ. ഈ കവറെടുത്ത് തനിക്ക് മര്യാദയ്ക്ക് മടക്കി വെക്കാൻ പറ്റില്ലടോ. സോറി സർ. അതിന് രഘു എന്തിനാ അയാളെ പേടിപ്പിക്കുന്നത്? അയാളുടെ കുറ്റമാണോ ഇതൊക്കെ? വർണ്ണൻ വില്ലയിലെ മൂത്ത മരുമകൾ കാറിന്റെ ചാവി ആവശ്യപ്പെട്ട അയാൾ കൊടുക്കും. കാരണം അയാളുടെ യജമാനത്തെയല്ലേ അവള്. ഇനിയെങ്കിലും ഇവിടെ ഉള്ളവര് അവളുടെ തനി സ്വരൂപം മനസ്സിലാക്കിയ കൊള്ളാം. എന്റെ ഈശ്വര, ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? നടക്കുന്നതെല്ലാം ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇതായിരുന്നു ലേറ്റസ്റ്റ് ഷോ. ദേ മദറല്ലോ, ഞാനൊരു കാര്യം പറയാം. ഇവളുടെ ഈ തോന്നിയാസങ്ങൾ കണ്ടിട്ടും കണ്ണടയ്ക്കാനാണ് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നതെങ്കിൽ വർമ്മൻ ഫാമിലി ഇതോടെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവും. ഏതായാലും പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. പക്ഷെ അന്നേരം എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തരുത്, പറഞ്ഞേക്കാം. രേഖ, നീ ഒന്ന് അടങ്ങ്. ചേട്ടായി പുറകെ പോയിട്ടുണ്ടല്ലോ, എന്താ സംഭവിച്ചെന്ന് ആദ്യം ഒന്ന് അറിയട്ടെ. ഇതിൽ കൂടുതൽ ഇനി എന്താ രഘുവിന് അറിയേണ്ടത്? കൊണ്ടാലും പഠിക്കില്ല കണ്ടാലും പഠിക്കില്ല എന്ന് പറഞ്ഞോ, അത് ഇത്തിരി കഷ്ടമാട്ടോ. ഇതെന്താ ശ്രീലക്ഷ്മി ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനൊക്കെ പ്രവർത്തിക്കുന്നത്? ഈ വീട്ടിലേക്ക് താമസം മാറിയപ്പോ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ ഒഴിഞ്ഞു എന്നാണല്ലോ കരുതിയത്. ഇതിപ്പോ ഓരോന്നോരോന്നായി വീണ്ടും എല്ലാം ആവർത്തിക്കുകയാണല്ലോ. എന്റെ ഈശ്വര.
സർ പ്ലീസ് സർ പ്ലീസ്. മോളെ ശ്രീലക്ഷ്മി, എന്താ മോളെ നീ എന്തൊക്കെയാ കാണിക്കുന്നത്? എങ്ങോട്ടാ നീ പോയത്? അമ്മേ, അത് പിന്നെ ഈ രാത്രിയിൽ ആരോടും പറയാതെ കാറുമെടുത്ത് ഒറ്റയ്ക്ക് പോവാന്ന് വെച്ചാ ഞങ്ങൾ എല്ലാവരും എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ നിനക്ക്? അമ്മേ, ഞാൻ മനഃപൂർവ്വമല്ല, അറിയാതെയാ. ആ അറിയാതെ. ഈ ഒരു വാക്ക് വായിന്ന് വീണില്ലല്ലോന്ന് ഇപ്പൊ ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. എന്നിട്ട് ബാക്കി പറഞ്ഞേ, ഞങ്ങളെന്ന് കേക്കട്ടെ. അറിയാതെ? ഡ്രൈവിംഗ് അറിയാതെ കാർ ഓടിച്ചു പോയെന്നോ? അതോ അഷ്ടമിയുടെയും അമാവാസിയുടെയും പ്രത്യേക ശക്തിയിൽ ഇതൊക്കെ അറിയാതെ ചെയ്തതാണെന്നോ? ആ ദേ, എല്ലാവരും എപ്പോഴത്തേതും പോലെ അങ്ങ് ക്ഷമിച്ചേക്കണേ. ശ്രീലക്ഷ്മി അറിയാതെ ചെയ്തു പോയതാ. നോക്ക്, നീ പൊട്ടം കളിച്ചതും ഞങ്ങളെ പൊട്ടം കളിപ്പിച്ചതും ഒക്കെ മതിയാക്കിയിട്ട് മദറിലോ ചോദിച്ചതിന് വ്യക്തമായൊരു ഉത്തരം, ഞങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. നീ നിന്റെ സ്ഥിരം ക്ലീഷേ ഡയലോഗ് ഇനി ഇവിടെ വേണ്ട. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മാഡം. നീ ഒന്നും പറഞ്ഞില്ല, അത് തന്നെ ഞാനും പറഞ്ഞത്. ഇവിടെ ഉള്ളവരെ കുറച്ച് സമയത്തേക്ക് നീ എന്തുമാത്രം ടെൻഷൻ അടുപ്പിച്ചെന്ന് വല്ല ധാരണയുണ്ടോ നിനക്ക്? അതെങ്ങനാ? അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് വല്ല ചിന്തയുണ്ടായിരുന്നെങ്കിലേ ഈ വീട്ടിൽ ആരും അറിയാതെ രാമുവിന്റെ കാലത്തെ കാറും എടുത്ത് പാതിരാത്രിയിൽ നാട് തണ്ടാൻ ഇറങ്ങുമായിരുന്നോ? നിനക്ക് ഡ്രൈവിംഗ് അറിയില്ലെന്നല്ലേ നീ ഞങ്ങളെല്ലാം പറഞ്ഞു വിശ്വസിപ്പിച്ചത്? അതോ ഞങ്ങളോട് മാത്രമാണോ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? ബ്രദറിനിലേക്ക് അറിയാമായിരുന്നോ ശ്രീലക്ഷ്മി ഡ്രൈവ് ചെയ്യുന്നുള്ള കാര്യം? ബ്രദറിനിലോയുടെ ഈ മൗനം എനിക്ക് മനസ്സിലായി. സ്വന്തം ഭർത്താവിനോട് പോലും ഒളിച്ചു വെക്കാൻ ഡ്രൈവിംഗ് അത്ര മോശം കാര്യമൊന്നും അല്ല ശ്രീലക്ഷ്മി. രേഖ, നീ നിർത്ത്. ഞാൻ ചോദിക്കാം ഇവളോട്. എന്ത് ചോദിക്കാന്ന്? ഇനി എന്താ നിങ്ങൾക്കൊക്കെ അറിയാനുള്ളത്? ഞാനിത് പറയുമ്പോ എന്നെ ഒറ്റപ്പെടുത്തുമായിരുന്നല്ലോ നിങ്ങളൊക്കെ. അതുമല്ല, എനിക്ക് ചോദിക്കേണ്ടത് ഇവളോടല്ല. ഇവൾ ഓരോ തവണ ഓരോന്ന് ചെയ്യുമ്പോ അവളുടെ വശം നിന്ന് എന്നെ കുറ്റക്കാരിയാക്കുന്ന നിങ്ങളോടാ. ഞാനൊരു സാധാരണ വീട്ടിലല്ല ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ ഇവിടെ എല്ലാവർക്കും കുറ്റം. സാറ് മുൻപ് പറഞ്ഞ പോലെ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാനൊരു വട്ടപ്പൂജയാണെന്ന തിരിച്ചറിവോടെ തന്നെയാ ഞാൻ പറഞ്ഞത്. ഷീറ്റൊക്കെ എടുത്തോണോ? മനസ്സുകൾ തമ്മിൽ അകന്നു കഴിഞ്ഞാൽ മാറിക്കിടക്കുന്ന തന്നെയാ നല്ലത്. 「
ഗായത്രിയമ്മേ, സമയം ഒരുപാടായി. മരുന്നുകളൊക്കെ മുറി കൊണ്ടുവച്ചിട്ടുണ്ട്. സമയത്തിന് മരുന്നൊക്കെ കഴിച്ച് ആരോഗ്യവതിയായി ജീവിച്ചിട്ട് എന്താ കാര്യം ബാലമ്മേ? ശരീരത്തിന്റെ അസുഖമല്ലേ മരുന്നുകൊണ്ട് മാറൂ? എന്റെ അസുഖം ശരീരത്തിനല്ലല്ലോ. ഞാൻ പറയേണ്ട കാര്യമുണ്ടോ ബാലമ്മയ്ക്ക്? എനിക്കെല്ലാം മനസ്സിലാവും ഗായത്രിയമ്മേ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ, മറ്റെന്തിനു പറ്റും? ഈശ്വരൻ എന്നോട് മാത്രം ഇങ്ങനെ എന്താന്നാ എനിക്ക് മനസ്സിലാകാത്തത്. പ്രാർത്ഥനയ്ക്കോ വഴിപാടുകൾക്കോ ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. അവിടെ ഒരു സമാധാനവും കിട്ടാത്തതുകൊണ്ടാ നമ്മൾ ഇങ്ങോട്ട് മാറിയത്. അവിടെ സംഭവിച്ചതൊക്കെ ശത്രുക്കൾ ചെയ്തതാണെന്ന് കരുതിയ ഇങ്ങോട്ട് മാറാൻ ഞാൻ സമ്മതിച്ചത് തന്നെ. ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ശത്രുക്കൾ വെളിയിലല്ല ഉള്ളത്, ഈ വീട്ടിൽ തന്നെയാ. രേഖക്കുഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെയും തോന്നൽ അതുതന്നെയായിരുന്നു. പക്ഷേ ഇവിടെ നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോ അവളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? രേഖ പറയുന്നതൊക്കെ ശരിയെന്ന രീതിയിലല്ലേ ഓരോ ദിവസവും ശ്രീലക്ഷ്മിയുടെ പെരുമാറ്റം? അവൾക്കിതെന്തു പറ്റിയെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ശ്രീലക്ഷ്മി കുഞ്ഞിന്റെ കാര്യത്തിൽ ഗായത്രിയമ്മയ്ക്കുള്ള ചെറിയ സംശയങ്ങൾ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. രേഖക്കുഞ്ഞും ശ്രീലക്ഷ്മി കുഞ്ഞും രണ്ട് സാഹചര്യത്തിൽ വളർന്നു വന്നവരാ. അതുകൊണ്ട് തന്നെ അവര് രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനും വാശി പിടിക്കാനും കഴിയില്ല. ആയിക്കോട്ടെ, ബാലമ്മ പറയുന്നത് ശരിവെച്ചാ തന്നെ അവർക്ക് രണ്ടുപേർക്കും ഇവിടെ എന്താ ഒരു കുറവ്? കുറവുണ്ട് ഗായത്രിയമ്മേ. ഈ കുടുംബത്തെക്കുറിച്ചും ഇവിടെ ഉള്ളവരെക്കുറിച്ചുമുള്ള അറിവുകൾക്കാണ് കുറവ്. രേഖക്കുഞ്ഞിന് അതറിയേണ്ട ആവശ്യമില്ലായിരിക്കാം. പക്ഷേ ശ്രീലക്ഷ്മി കുഞ്ഞിന് അതറിയാനുള്ള ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് രാജനന്ദിനെ കുറിച്ചാ. അമ്മയെ അതേ അഭിപ്രായം എന്നോട് പറഞ്ഞപ്പോ എനിക്ക് രാജനന്ദിനിയുടെ ഫോട്ടോസ് വല്ലതും ഉണ്ടെങ്കിൽ കാണണമെന്നൊരാഗ്രഹം. നമുക്കതിലിപ്പോ ഒന്നും ചെയ്യാനാവില്ല. ഗായത്രി അമ്മ ഇനി അധികം പേടിക്കേണ്ട ആവശ്യവും വരില്ല. ശ്രീലക്ഷ്മി കുഞ്ഞിന്റെ സംശയങ്ങൾക്കുള്ള കാരണത്തെ ഞാൻ കണ്ടുപിടിച്ചില്ലാതാക്കിയിട്ടുണ്ട്. എങ്ങനെ? ശ്രീലക്ഷ്മി ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നത് മണ്ടത്തരമാണ്. ലെറ്റ്സ് ഗോ. സർ, ശ്രീലക്ഷ്മി മാഡം വന്ന സ്ഥിതിക്ക് സാറും മാഡം പോകുന്നതല്ലേ നല്ലത്? അതായിരുന്നല്ലോ നമ്മുടെ പ്ലാനും. അതിന്റെ ആവശ്യമില്ല സാൻഡ്ര. എന്നോടൊപ്പം സാൻഡ്ര തന്നെ വന്നാൽ മതി. Better 3 hours too soon than a minute too late എന്ന് കേട്ടിട്ടില്ല. മാത്രമല്ല, ഇവിടെ പലർക്കും പല ആവശ്യങ്ങളാണ്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിലേ അവർ ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ആരെയും പ്രഷർ ചെയ്യിച്ച് ജോലി ചെയ്യുക എന്നുള്ളത് വർമ്മൻ കമ്പനിയുടെ രീതിയല്ല. ദൈവകർമ്മ എന്നൊരു ശീലമില്ല. സാൻഡ്ര, ശ്രീലക്ഷ്മി മാഡം. സാൻഡ്ര, come on. രാജനന്ദിനി സാരീസിന്റെ ഒഫീഷ്യൽ ഷോറൂമിന്റെ ഇനാഗ്രേഷൻ ഡേറ്റ് ഉടനെ ഫിക്സ് ചെയ്യണം സാർ. സർ, ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. സാർ വന്ന് നേരിട്ട് കണ്ട് ബോധ്യമായ ഉടനെ നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. സർ, ഗോഡൌൺ വിസിറ്റിന് ശേഷം മെയിൽ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആണ്. സർ ഒന്ന് സൈൻ ചെയ്ത് തന്നാ നന്നായിരുന്നു. ഓക്കെ, ഗിവ് ടു മീ.
ചെറുതും വലുതുമായ യാത്രകൾ എന്നും ഒരു ഓർമ്മയാണ് സാന്ദ്ര. ആ യാത്ര നമ്മൾ സ്നേഹിക്കുന്ന ആളോടൊപ്പം ആണെങ്കിൽ ആ ഓർമ്മകൾക്ക് പ്രതീക്ഷ എന്നൊരർത്ഥം കൂടിയുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ സാൻഡ്ര, ഞാനൊന്ന് മയങ്ങട്ടെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, എന്താണ് ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ? കോമാ സ്റ്റേജിലാണ്. ഹൗ? എന്താണ് ഡോക്ടർ ഇയാൾക്ക് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല സാർ. ആക്സിഡന്റ് കേസ് എന്തായിരുന്നു? ഇയാളെ അന്വേഷിച്ച് രാജാറാം സാറ് വരണമെങ്കിൽ അപ്പോ ഇയാൾക്കും എന്റെ കഴിഞ്ഞകാല ജീവിതത്തിനും എന്തോ ബന്ധമുണ്ട്. അതെന്തായിരിക്കും? ഡയറി ആണെങ്കിൽ കാണുന്നുമില്ല. ഇയാൾക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇയാളിൽ നിന്ന് എന്തെങ്കിലും അറിയാമായിരുന്നു. ഇനി എന്ത് ചെയ്യും? സർ, മെഷീനറിക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഇൻ ടൈം എത്തിക്കുന്നതിനായുള്ള വർക്ക്സ് ഇവിടെയാണ് നടക്കുന്നത്. ഓൾമോസ്റ്റ് 100ഓളം സ്റ്റാഫുകളെ വെച്ച് നോൺ സ്റ്റോപ്പായി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യിച്ചാലേ ഷോറൂമിന്റെ ഓപ്പണിംഗ് ദിവസം മുതൽ നമുക്ക് മെറ്റീരിയൽസ് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കും. സാൻഡ്ര, ആവശ്യമുള്ള സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്തു. ഉള്ള സ്റ്റാഫുകൾ ആരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ സർ. വാട്ട് അബൌട്ട് ദ സേഫ്റ്റി? സർ, ഇത്രയും ആളുകളെ നമ്മൾ ഒരുമിച്ച് റിക്രൂട്ട് ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ സേഫ്റ്റി സൈഡിനായിട്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. ഷുവർ സർ. അതൊക്കെ ഞാൻ ഫ്ലോർ മാനേജറുമായിട്ട് സംസാരിച്ച് വേണ്ടത് ചെയ്യാം സർ. ഗുഡ്. ഫ്ലോറിലെ വർക്കിംഗ് പ്രോസസ് സാറിന് മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമായിരുന്നു. ഓക്കെ സാൻഡ്ര, കം ഓൺ. ഇന്ന് മാഡം ഒരു ഭാര്യയാണ്, മരുമകളാണ്, ഏട്ടത്തി അമ്മയാണ്. അതിന്റെയൊക്കെ പക്വത മാഡം കാണിക്കണം. അതിനെല്ലാം അപ്പുറം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രവി മനസ്സ് തുറന്ന് സന്തോഷിച്ചത് ശ്രീലക്ഷ്മി മാഡത്തിനെ പ്രണയിച്ചതിന് ശേഷമാണ്. ആ ശ്രീലക്ഷ്മി മാഡം തന്നെ രവി വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഭൂതകാലത്തിന്റെ വിഷമിക്കുന്ന ഓർമ്മകളിലേക്ക് വീണ്ടും രവിയെ തള്ളി വിടരുത് ശ്രീലക്ഷ്മി മാഡം. മനസ്സിലായോ? മനസ്സിലായി സർ.
ചെല്ലു. രാജാറാം സർ, സർ പ്ലീസ് എന്റെ ഒരു ചോദ്യത്തിനോട് ഉത്തരം തരാമോ? സർ, ആശുപത്രിയിൽ കിടക്കുന്ന ആ ഭ്രാന്തനും രവി സാറുമായിട്ട് എന്താ ബന്ധം? രവി സാറിന്റെ കഴിഞ്ഞകാല ജീവിതവുമായി അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്ലീസ് ഗെറ്റ് ഇറ്റ്. കയറാൻ. മാഡം, നോ മാഡം, നോ. എന്താ സാന്ദ്ര ഇത്? മാഡം, അത് ചോദിച്ചതിന്റെ മറുപടി അത് മാത്രം ഇങ്ങോട്ട് പറഞ്ഞാ മതി. മാഡം, ശരിക്കും എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ വന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഫോട്ടോ അബദ്ധത്തിൽ സംഭവിച്ചതായി അല്ലേ? ഇപ്പോഴും ബ്രദർ ലോയെ മനസ്സിൽ വെച്ചോണ്ടാ നീ നടക്കുന്നത് അല്ലേ? അയ്യോ മാഡം, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണയും ഇല്ല എനിക്ക്. ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോ തെറ്റിദ്ധരിച്ചെന്നോ? നീ നിന്നെ ന്യായീകരിക്കുവാണോ? മാഡം പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ എന്താ ശരിക്കും സംഭവിച്ചെന്ന് വെച്ചാ. നിന്റെ ഈ കള്ളക്കഥ കേട്ടാലേ മാതൃലോയെ പോലുള്ളവർ വിശ്വസിച്ചേക്കും. ഇതേ ആള് വേറെയാ. നിനക്കിനിയും എന്നെ മനസ്സിലായിട്ടില്ല സാന്ദ്ര. ശരി, നീ പറഞ്ഞത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ അബദ്ധത്തിൽ ക്ലിക്ക് ആയതാണെങ്കിൽ നീ എന്തേ അത് ഡിലീറ്റ് ചെയ്തില്ല? എന്തിനു ഫോണിൽ തന്നെ ഈ ഫോട്ടോ സൂക്ഷിച്ചു? നീ പറയണ്ട, എനിക്കറിയാം എന്താ കാര്യമെന്ന്. നല്ല ഒരു അവസരം വരുമ്പോ ഈ ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാം. ഇതല്ലായിരുന്നു നിന്റെ ഉദ്ദേശം. അയ്യോ മാഡം, ഞാനങ്ങനെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇല്ലേ? പിന്നെ ഞാൻ അകത്തോട്ട് കയറി വന്നപ്പോ കണ്ടോണ്ടിരുന്ന സ്വപ്നം എന്താണെന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ശരി മാഡം. ദാ തന്റെ ഫോൺ. ശരിക്കും തന്റെ ഈ ചെറ്റ സ്വഭാവത്തിനെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ച് കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുക വേണ്ടത്. എന്റെ സ്വഭാവം അതിലും മോശമായതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. മാത്രമല്ല, സാന്ദ്രയുടെ ഈ മനം മാറ്റവും ഈ ഫോട്ടോയും എന്റെ പോക്കിന് മൈലേജ് കൂട്ടുകയേ ഉള്ളൂ. മാഡം പ്ലീസ്, ഇത് ആരോടും പറഞ്ഞ് എന്റെ മാനം കെടുത്തരുത്. ഹേയ്, എന്താ സാന്ദ്ര ഇത്? ഞാൻ അങ്ങനെ ചെയ്യോ? പിന്നെ എനിക്ക് ഒരു കാര്യത്തില് ഭയങ്കര സന്തോഷമുണ്ട്. പഴയ സാന്ദ്ര ഇപ്പോഴത്തെ രേഖയേക്കാൾ അപകടകാരിയാ. അതെനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ ഈ ഫോട്ടോ അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലും സാന്ദ്ര ഡിലീറ്റ് ചെയ്യണ്ട. പഴയ ഓർമ്മ പുതുക്കലിനും പുതിയ സ്വപ്നങ്ങൾ കാണാനും സാന്ദ്രയ്ക്ക് അത് ഉപകാരപ്പെടും. സാന്ദ്ര സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു രവിവർമ്മന്. ഇനിയും കൂടുതൽ കൂടുതൽ സ്വപ്നങ്ങൾ കാണണം സാന്ദ്ര. അത് താൻ ഇത്രയും നാള് കണ്ട ദുസ്വപ്നമല്ല, രവിവർമ്മനും സാന്ദ്രയും തമ്മിലുള്ള നല്ല നല്ല സ്വപ്നങ്ങൾ. അതിന് തനിക്ക് എന്തൊക്കെ സഹായം വേണോ എന്നോട് ചോദിക്കാം. ഏതിനും ഈ രേഖയുണ്ടാവും സാന്ദ്രയ്ക്കൊപ്പം. രവിചന്ദ്രവർമ്മന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ വിശ്വാസം. ഏത് കാര്യത്തിലും സാന്ദ്രയ്ക്ക് രേഖയെ വിശ്വസിക്കാം. പിന്നെ ചില സമയത്ത് ഞാൻ എന്റേതായ ഓരോ കളികൾ കളിക്കും. ചിലപ്പോ സാന്ദ്രയോ അതിന്റെ ഭാഗമായെന്ന് വരാം. കാരണം ഞാൻ സാന്ദ്രയെ പോലെ മാറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ സ്വാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരും. ഇപ്പോ ഞാനതൊക്കെ പറഞ്ഞത് എന്തിനാന്നല്ലേ? താമസിയാതെ സാന്ദ്രയ്ക്കത് മനസ്സിലാവും. ബൈ. എനിക്ക് സാറിനോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സാറിങ്ങനെ മൗനം പാലിക്കരുത്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതും കേട്ടാൽ രവി സാർ അതിശയിക്കുന്നതുമായ കാര്യങ്ങളാ. പ്ലീസ് ലക്ഷ്മി,
വെറുതെ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ പോയിരുന്ന എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കൂ. നമ്മുടെ ഇടയിലുണ്ടായ എല്ലാ ഡിസ്റ്റൻസും മാറണമെങ്കിൽ ഞാൻ പറയുന്ന എല്ലാം സാറ് കേൾക്കണം. എന്നെക്കുറിച്ച് എല്ലാം സാർ അറിയണം. പുതുതായിട്ട് അറിയാനും മാത്രം എന്താണ് ശ്രീലക്ഷ്മി ഉള്ളത്? താൻ ചെയ്തു കൂട്ടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. സാർ ഈ കാണുന്ന മാത്രമല്ല സർ, സാർ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും. ഇനിയും എന്തറിയാനാണ് ശ്രീലക്ഷ്മി? ഈ ശ്രീലക്ഷ്മി ആരാണെന്നും എന്തിനു വേണ്ടി ജനിച്ചവളാണെന്നും രവി അറിയണം. ഞാൻ രവിക്ക് അറിയാവുന്ന ശ്രീലക്ഷ്മി മാത്രമല്ല, 20 വർഷം മുമ്പ് രവി പ്രണയിച്ച രാജനന്ദിനിയും ഞാൻ തന്നെയായിരുന്നു. താൻ എന്തൊക്കെയാ പറയുന്നത്? സത്യമാണ് രവി, ആർക്കും വിശ്വസിക്കാനാവാത്ത സത്യം. രവി ഇത് വിശ്വസിച്ചേ പറ്റൂ. ഇത് നമ്മുടെ പ്രണയത്തിന് ലഭിച്ച വരവാണ് രവി. സത്യസന്ധമായ പ്രണയത്തിന് ലഭിച്ച അനുഗ്രഹമാണ് എന്റെ ഈ ജന്മം. മരണത്തിലൂടെ രവിയെ പിരിയേണ്ടി വന്ന രാജനന്ദിനി ശ്രീലക്ഷ്മിയായി പുനർജനിച്ചു. അതുകൊണ്ടാ എല്ലാവർക്കും എന്നെ രാജനന്ദിനിയോട് സാദൃശ്യം തോന്നുന്നത്. എന്റെ പെരുമാറ്റം രാജനന്ദിനിയുടേത് പോലെയാണെന്നത് വെറും തോന്നലല്ല രവി, ഞാൻ തന്നെയാണ് രാജനന്ദിനി. രാജനന്ദിനിയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള തന്റെ ശ്രമവും താൻ രാജനന്ദിനിയെ പോലെയാണെന്ന് ചിലരൊക്കെ പറഞ്ഞപ്പോ തനിക്കുണ്ടായ ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്നെ കൊണ്ട് പറയിക്കുന്നത്. ഇനി മറ്റുള്ളവരെ വിഡ്ഢിയാക്കുന്ന ഈ പെരുമാറ്റം ശ്രീലക്ഷ്മി നിർത്തുക. അയ്യോ സത്യമാണ് സർ, ഇത് ഞാൻ എങ്ങനെ സാറിനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? ആ സാറ് രാത്രി ഉറക്കമായിരുന്നപ്പോ ഞാനൊരു ഡയറി വായിച്ചില്ലേ? ഉണർന്നപ്പോ സാറ് ചോദിക്കുകയും ചെയ്തു എന്താ ഡയറിയിലെന്ന്. സാർ പലപ്പോഴും കണ്ടിട്ടില്ലേ എന്റെ കയ്യിലിരിക്കുന്ന ആ ഡയറി? അതിലെഴുതിയിരുന്നത് രാജനന്ദിനിയുടെ കഥയാ.